ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ബെസൻ നഗർ ബീച്ചിൽ ബയോലൂമിനസെൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ പോകുന്നതാണ് നമ്മൾ. ബയോലൂമിനസെൻസിൻ്റെ മലയാളം എന്താണെന്നുള്ളത് എനിക്ക് വലിയ പിടിയില്ല. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ ഈ വെള്ളത്തിൽ ഒരു എന്താ പറയുക, ഒരു മെർക്കുറി കളർ ലൈറ്റ് വരില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ബെസൻ നഗർ ബീച്ചിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല, എങ്കിലും നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് മെട്രോ വർക്ക് നടക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഏരിയയിലേക്ക്, നമ്മൾ പോരൂർ രാമപുരം സൈഡാണ്, അവിടേക്ക് മെട്രോ വർക്ക് നടക്കുന്നുള്ളൂ. ബെസൻ നഗർ ബീച്ചിലേക്ക് ഏകദേശം അറൗണ്ട് 1 hour നമുക്കുള്ളത്. പക്ഷേ ട്രാഫിക് എല്ലാം കൊണ്ട് ഏകദേശം 1.5 hours ഒക്കെ എടുക്കാറുണ്ട് നമുക്ക് അവിടെ എത്താനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകൾ, മെട്രോ ചില സ്ഥലത്ത് കൂടെ റോഡിൻ്റെ നടുക്ക് ഭാഗത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ കുത്തിപ്പൊളിച്ചിട്ടിട്ട് വണ്ടിയൊക്കെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടാണ് വിടുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇനി വരുന്നതാണ് നമ്മുടെ ഗിണ്ടി മെട്രോ സ്റ്റേഷൻ. ഗിണ്ടി മെട്രോ സ്റ്റേഷനാണ് നമുക്ക് രാമപുരം പോരൂർ സൈഡിലുള്ളവർക്ക് ഏറ്റവും അടുത്തുള്ളത്. ഗിണ്ടി മെട്രോ സ്റ്റേഷനാണ്. നമ്മൾ ഗിണ്ടി മെട്രോ സ്റ്റേഷൻ അവിടെ നിന്നാണ് മെട്രോ എടുത്തിട്ടാണ് നമ്മൾ നാട്ടിൽ പോകാറുള്ളത്. അതായത് നമ്മൾ ഗിണ്ടിയിൽ നിന്ന് മെട്രോ എടുത്ത് സെൻട്രൽ വരെ പോകുന്നു, പിന്നെ സെൻട്രലിൽ നിന്ന് ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ നാട്ടിൽ പോകാറുള്ളത്. സോ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള മെട്രോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഗിണ്ടി മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സാരഥിയായിട്ട് കത്തിച്ച് വിട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്, കാരണം വീക്ക് ഡേ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ബെസൻ നഗർ ബീച്ചിലെത്തിയിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് നടക്കാം. വലിയ ആൾത്തിരക്കൊന്നുമില്ല ഇന്ന് വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ ബെസൻ നഗർ ബീച്ചിലെത്തിയിട്ട് അതിലൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇവിടെ ബെസൻ നഗർ ബീച്ചിലാണെങ്കിലും മെറീന ബീച്ചിലൊക്കെ ആണെങ്കിലും ഏറ്റവും ഒരു അടിപൊളിയായിട്ടൊരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ മുഖം നോക്കി ലക്ഷണം പറയാം, കൈരേഖ നോക്കി ശാസ്ത്രം പറയുന്നവരും പക്ഷിശാസ്ത്രം പറയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. എനിക്കൊരു തവണ ഒരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് മറീന ബീച്ചിൽ പോയപ്പോൾ ഒരു കൗതുകത്തിന് പുറത്ത് ഞാൻ ചുമ്മാ ഒന്ന് പോയിരുന്നു. നമ്മുടെ പൈസ പോകുന്നുള്ളത് അവർ കാര്യമായിട്ടൊന്നും പറയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ തേരാപ്പാര അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്സും തുറന്നിട്ടില്ല. അല്ലെങ്കിലൊക്കെ ഇവിടെ ഭയങ്കര നല്ല തിരക്കുള്ളൊരു ബീച്ച് തന്നെയാണിത്. പിന്നെ എനിക്കിവിടെ കൗതുകം തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് ഇത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു വേസ്റ്റ് ഇല്ല, എൻ്റെ ചുറ്റുവട്ടത്താണ് വേസ്റ്റ്. പക്ഷെ അത്യാവശ്യം നീറ്റാണ് ബെസൻ നഗർ ബീച്ച് നമ്മൾ മറീന ബീച്ചൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒരുപാട് ഫുഡ് കോർട്ട് ഉണ്ട്. പക്ഷേ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല. അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ അതിൻ്റെ ബീച്ച് സൈഡൊക്കെ നടന്നിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് വന്നു. ഇത് എൻട്രൻസിൽ തന്നെ ഉള്ളതാണ്. പോയ സമയം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഇത് മെറ്റൽ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇത് പക്ഷി എന്ന് പറഞ്ഞാൽ പരുന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്, പരുന്തിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഈ കാണുന്ന മോനുമെൻ്റ് പറയുന്നത് നമ്മുടെ അക്കരെ സിനിമയിൽ നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസേട്ടനും വന്ന് ഇറങ്ങുന്നത് ഇവിടെയാണ്. എന്താ പറയുക, ദാസനും വിജയനും വന്ന് ഇറങ്ങുന്നതാണ് ഇവിടെ. ഈ മോനുമെൻറ്റിനെ പറ്റിയൊരു സ്റ്റോറി ഉണ്ട്, ഞാനത് ഷോർട്സ് ആയിട്ടിടാം. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ പോയ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടില്ല എന്നുള്ളതായിരുന്നു നടന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ചുമ്മാ അതിലൂടെയൊക്കെ കറങ്ങിയിട്ട് നേരെ തിരിച്ചു വന്നു.